അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പെണ്ണ് സങ്കടം പറയുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ അപസ്മാര രോഗിയാണ്. എനിക്ക് അപസ്മാരം പിടിപെടുന്ന സാഹചര്യത്തിൽ എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട് നബിയെ. അന്നേരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനോട് പറയുകയാണ്, ഇൻ സബർത്തി ഫലക്കിൽ ജന്ന. പെണ്ണെ, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ക്ഷമിക്കാം, പക്ഷേ എൻ്റെ ഔറത്ത് വെളിവാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അന്നേരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു മാതൃകാ വനിത! നമുക്ക് സ്വീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പെണ്ണ് സങ്കടം പറയുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ അപസ്മാര രോഗിയാണ്. എനിക്ക് അപസ്മാരം പിടിപെടുന്ന സാഹചര്യത്തിൽ എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട് നബിയെ. അന്നേരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനോട് പറയുകയാണ്, ഇൻ സബർത്തി ഫലക്കിൽ ജന്ന. പെണ്ണെ, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ക്ഷമിക്കാം, പക്ഷേ എൻ്റെ ഔറത്ത് വെളിവാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അന്നേരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു മാതൃകാ വനിത! നമുക്ക് സ്വീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.